ഒരു ദിവസം ഞാൻ വൈകുന്നേരം യൂട്യൂബിൽ സാധാരണ നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം കയറി വന്നു. അപ്പം ഞാനത് കേട്ടു കഴിഞ്ഞപ്പം പിന്നെയും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായി തുടങ്ങി. അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ എങ്ങോട്ട് നോക്കുമ്പോഴും മാതാവിനെയാണ് കാണാൻ പറ്റുന്നത്, ഇതെന്നാ ഇങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ മാതാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൃപാസനത്തിൽ പോവാം. അപ്പോൾ വരാൻ തീരുമാനിച്ച അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഒരാഴ്ചത്തെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് പോയി. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാത്തേ. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും മാറി. അന്ന് തൊട്ട് ആ ചൊറിച്ചിൽ വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിയായി. എന്നെ പഴയ കമ്പനിയിലേക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്ക് അവിടെ നിന്ന് കമ്പനിയിലേക്ക് തിരിച്ചു വിളിച്ചു, പ്രൊമോഷനോടെ തിരിച്ചു വിളിച്ചു. ഞാൻ അവിടേക്ക് കടന്നു പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ഞാൻ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നല്ലാതെ അത്ര ആത്മാർത്ഥമായിട്ടൊന്നുമല്ല ചെയ്തത്. എന്നാലും വീടുകളിലൂടെ കൊണ്ടു നടന്നത്, ഞങ്ങളുടെ ഇടവക വീടുകളിലാണ് കൊണ്ടു നടന്ന് കൊടുത്തതൊക്കെ. അപ്പം അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിലൊന്നും പോവുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല ഞാൻ. അങ്ങനെ ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ വീണ്ടും എൻ്റെ കൂട്ടുകെട്ടുകളും, ഞാൻ അവിടെ നല്ലപോലെ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പഴയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവരെന്നെ ഡിസംബർ ആയപ്പോഴത്തേക്ക് ക്രിസ്മസ് അല്ലേ നമുക്കൊന്ന് കൂടാം എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഞാനൊരു പെഗ് കഴിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം അത്രയും കഴിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും കഴിച്ചില്ല. പക്ഷേ മാതാവ് പണി തരുമെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലെ ചൊറിച്ചിൽ പഴയതുപോലെ തിരിച്ചു വന്നു. എനിക്ക് ഷൂ ഇടാൻ പറ്റത്തില്ല, കാലിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ. ഞാൻ അന്നേരത്തെ എൻ്റെ തെറ്റ് മനസ്സിലാക്കി. എനിക്ക് പരിശുദ്ധ അമ്മ തന്ന കൃപയാണ് ഇതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഞാൻ അന്ന് വൈകുന്നേരം അമ്മയുടെ മുമ്പിൽ നിലവിളിക്കുക ചെയ്തേ. നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, എൻ്റെ തെറ്റുകൾ എന്നോട് പൊറുക്കണമേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലെ ചൊറിച്ചിൽ എനിക്ക് പൂർണ്ണമായിട്ടും മാറി. പിന്നെ ഇന്ന് വരെ അതെനിക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നിട്ട് 1 വർഷവും 2 മാസമായി. ഇതിനിടയ്ക്ക് ഡിസംബർ മാസത്തിൽ ഞാൻ നിർത്തിയ കള്ളുകൂടി ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. പിന്നെ അവിടെ എനിക്ക് മാതാവ് ചെയ്തു തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കമ്പനി ആകുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഒരുപാട്